മൂക്കിൽ ഇതുപോലെ പ്രഷർഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് മൂക്ക് കഴുകി വൃത്തിയാക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടോ? ഇതുപോലുള്ള ഡെയിലി ഹെൽത്ത് ടിപ്പിന് വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും. ഈ ഒരു പ്രൊസീജിയറിൻ്റെ പേരാണ് നാസൽ സലൈൻ വാഷ്. മൂക്ക് അടഞ്ഞിരിക്കുന്ന സമയത്ത്, സൈനസ് കൊണ്ട് മൂക്ക് അടഞ്ഞിരിക്കുന്ന സമയത്ത് ഉപ്പുവെള്ളം കൊണ്ടോ അല്ലെങ്കിൽ സലൈൻ വാട്ടർ കൊണ്ടോ നമ്മൾ മൂക്ക് ക്ലീൻ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നാസൽ സലൈൻ വാഷ് എന്ന് പറയുന്നത്. മൂക്കിൽ അടഞ്ഞിരിക്കുന്ന അഴുക്കുകൾ, കഫം അല്ലെങ്കിൽ മൂക്കിൻ്റെ രോമങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പൊടികൾ, സൈനസ് കൊണ്ട് ബ്ലോക്ക് ആയിട്ടുള്ള അവസ്ഥ എന്നീ സമയങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മൂക്കിൽ അടിഞ്ഞിരിക്കുന്ന കഫങ്ങളെയൊക്കെ നീക്കി അത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരും. ഇതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വെള്ളവും ഇത്തരത്തിലുള്ള പ്രൊസീജിയറിന് ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടാപ്പ് വാട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടാപ്പ് വാട്ടറിനകത്ത് അമീബ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ അമീബ നേരെ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എത്തും. അങ്ങനെ മസ്തിഷ്കത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മസ്തിഷ്ക ജ്വരം വരാൻ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വെള്ളവും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുക? ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ സലൈൻ വാട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്റ്റിൽ വാട്ടർ യൂസ് ചെയ്യാം. വെള്ളത്തിൻ്റെ അകത്ത് ഉപ്പിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ആ വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മറ്റ് വെള്ളങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അപകടകരമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷർഫുള്ളായിട്ട് നമ്മൾ മൂക്കിലേക്ക് വെള്ളം കയറ്റാൻ പാടില്ല. ഇനിയിപ്പോൾ ഒരു മൂക്ക് അടഞ്ഞിരിക്കുകയാണ്, ഭയങ്കര കൺജസ്റ്റഡ് ആണ്, ആ മൂക്കിലേക്ക് നമ്മൾ പ്രഷർഫുള്ളായിട്ട് കയറ്റുക എന്നുണ്ടെങ്കിൽ അത് നേരെ ചെവിയിലേക്ക് പോകും. ചെവിയിൽ ഇയർ ഡ്രമ്മിനെ എഫക്റ്റ് ചെയ്യും, ചെവി കേൾക്കാതാകും, ചിലപ്പോൾ ചെവി വേദനയിൽ അവസാനിപ്പിക്കും. അതുകൊണ്ട് ഭയങ്കര പ്രഷർഫുള്ളായിട്ട് മൂക്കിലേക്ക് ഇങ്ങനെ വെള്ളം കയറ്റാൻ പാടില്ല. ഇതിനെക്കൊണ്ട് കുറേ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് ആദ്യം ഒരു ഡോക്ടറുടെ അണ്ടറിലോ അല്ലെങ്കിൽ ഒരു യോഗ ഇൻസ്ട്രക്ടറുടെ അണ്ടറിലോ ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ മൂക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നേത്തി പോട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ പോസ്റ്റ് നിങ്ങൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് റീപോസ്റ്റും കൂടി ചെയ്തേക്കും.